ഹായ് ഗൈസ്, വെൽക്കം ടു ഷങ്സ് ഇൻഫോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മളൊരു ഫോർച്യൂണറിൻ്റെ എയർ ഫിൽറ്റർ അല്ലെങ്കിൽ ക്യാബിൻ ഫിൽറ്റർ, എ സി ഫിൽറ്റർ നമ്മൾ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഈ എ സി ഫിൽറ്റർ നമുക്ക് പാസഞ്ചർ ഏരിയയിലാണ് വരുന്നത്. ഓക്കെ, നമ്മൾ പാസഞ്ചറിൻ്റെ ഡോർ തുറക്കുക, എന്നിട്ട് ഇതിനകത്താണ് നമുക്ക് എ സി ഫിൽറ്റർ വരുന്നത്. ഓക്കെ, താഴത്തെ ഡാഷ് തുറക്കുക, ഓപ്പൺ ചെയ്തു. നിങ്ങൾക്ക് ഇതിനകത്ത് രണ്ട് ഇവിടെ സ്ക്രൂസ് ഉണ്ട്. ഓക്കെ, രണ്ട് സ്ക്രൂസ് ഉണ്ട്. അത് പാസഞ്ചർ സൈഡിലേക്ക് തിരിക്കുക. ഓക്കെ, ഇങ്ങനെ തിരിക്കുക. അതേപോലെ തന്നെ ഈ സൈഡിലും ഒരു സ്ക്രൂ ഉണ്ട്. അതേപോലെ ഈ സൈഡിൽ ഒരു സ്ക്രൂ ഉണ്ട്, കാണാൻ പറ്റും നിങ്ങൾക്ക്. അതും പാസഞ്ചർ സൈഡിലേക്ക് തിരിക്കുക, ലെഫ്റ്റിലേക്ക്. ഓക്കെ, രണ്ട് സ്ക്രൂ ലൂസായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ക്രൂസ് റിമൂവ് ചെയ്യാം. ഇത് ഇത്തിരി പൊക്കേണ്ടി വരും. ഇത് പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്രൂസ് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. കണ്ടോ, റിമൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ സ്ക്രൂ നിങ്ങൾ റിമൂവ് ചെയ്യുക. റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയും സ്ക്രൂസ് നമ്മൾ ആദ്യം റിമൂവ് ചെയ്യുക. ഓക്കെ, രണ്ട് സ്ക്രൂസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഇതുണ്ട്, ലിഡുണ്ട്. ഒന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് ഇങ്ങനെ വലിച്ചാൽ മതി. കണ്ടോ, റിമൂവ് ആയി. ഓക്കെ, ഇനി ഇത് താഴ്ത്തുക. ഈ രണ്ട് സ്ക്രൂസ് ഞാനൊന്ന് മാറ്റി വെച്ചോട്ടെ. ഇതിനകത്തേക്ക് വയ്ക്കാം, വച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഇത് താഴ്ത്തിയിട്ടുണ്ട്. നമ്മുടെ ഡാഷ്, ഇതിനകത്താണ് നമ്മുടെ ഫിൽറ്റർ ഇരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് അപ്പ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഇവിടുന്ന് നമ്മൾ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു സെക്ഷൻ മാത്രം നിങ്ങൾ റിമൂവ് ചെയ്താൽ മതി. ഇവിടുന്ന് ഇതേപോലെ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് റിമൂവ് ചെയ്തിട്ട് ഇവിടെ ഒരു ഹാച്ച് പോലെയാണ്. ഓക്കെ, ലെഫ്റ്റിലേക്ക് പുൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണിപ്പോൾ നമ്മൾ റിമൂവ് ചെയ്തതിൻ്റെ പീസ് വരുന്നത്. ഓക്കെ, ഇത് ഞാൻ ഇതിനകത്തേക്ക് വയ്ക്കുകയാണ്. ഇനിയാണ് നിങ്ങൾക്ക് ക്യാബിൻ ഫിൽറ്റർ കാണാൻ പറ്റുക. ഓക്കെ, ഇതാണ് ക്യാബിൻ ഫിൽറ്റർ വരുന്നത് ഫോർച്യൂണറിൻ്റെ. ഓക്കെ, ഞാനിപ്പോൾ എടുക്കുവാണ്. കണ്ടോ, ഇതാണ് ക്യാബിൻ ഫിൽറ്റർ വരുന്നത് ഫോർച്യൂണറിൻ്റെ. കണ്ടോ, ഇതിനകത്ത് അപ്പ് എന്നുള്ള പൊസിഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ മൗണ്ട് ചെയ്യാൻ. ഓക്കെ, ഈ പൊസിഷൻ ആയിരിക്കണം നമ്മുടെ ടോപ്പ് സൈഡിലേക്ക് വരിക. ഇങ്ങനെയാണ് നമ്മുടെ എയർ ഫ്ലോ വരുന്നത്. ഓക്കെ, ഇങ്ങനെ വേണം മൗണ്ട് ചെയ്യാൻ. ഇതിപ്പോൾ പഴയ ഫിൽറ്ററാണ്, ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഏകദേശം ഒരു 3 months 4 months ആയി. വലിയ ഡസ്റ്റൊന്നുമില്ല, നമുക്ക് എന്നാലും ഒന്ന് ചേഞ്ച് ചെയ്തേക്കാം. ഓക്കെ, നിങ്ങൾ നോക്കുക, ഇടയ്ക്ക് നല്ല ഡസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുക. ഓക്കെ, കൂടുതൽ ഡസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എയർ ഫ്ലോവും പ്രോബ്ലം വരും, നിങ്ങളുടെ ഫിൽട്രേഷനും പ്രോബ്ലം വരും. ഓക്കെ, എപ്പോഴും നിങ്ങൾ എ സി ഫിൽറ്റർ നിങ്ങളുടെ നോർമൽ സർവീസ് ആവാൻ നിൽക്കരുത്. കൂടുതൽ ഡസ്റ്റുള്ള ഏരിയാസിലൊക്കെയാണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് പുതിയ ഫിൽറ്റർ നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ പുതിയ ഫിൽറ്റർ വരുന്നത്. ഓക്കെ, സിപ്പ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും, ഇതിനകത്ത് ആക്ടിവേറ്റഡ് കാർബൺ ഫിൽറ്ററാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ 2 ടൈപ്പ് ഓഫ് ഫിൽറ്റേഴ്സ് ഉണ്ട്. ഒരെണ്ണം പാർട്ടിക്കിൾ ഫിൽറ്ററുണ്ട്, പിന്നെ ആക്ടിവേറ്റഡ് കാർബൺ ഫിൽറ്ററുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് നോർമൽ ഫിൽറ്റർ നമ്മുടെ പോളൻ, ഫംഗസ്, ഡേർട്ട് ആൻഡ് ഡസ്റ്റ്, ബാക്ടീരിയ, സൂത്ത് ഇത്രയും വരുന്നുള്ളൂ നമ്മുടെ നോർമൽ പാർട്ടിക്കിൾ ഫിൽറ്റർ. അതേസമയം നമുക്ക് ആക്ടിവേറ്റഡ് കാർബൺ ഫിൽറ്റർ, അതായത് കാർബൺ കോട്ടിംഗ് ഉണ്ടാവും നമ്മുടെ ഫിൽറ്ററിൽ. അതാവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓഡേഴ്സും എക്സോസ്റ്റ് ഗ്യാസസും ഓസോണും ബാക്കിയുള്ള നമ്മുടെ ഗ്യാസസും ഓഡേഴ്സും ഒക്കെ കൂടുതൽ അബ്സോർബ് ചെയ്യും. അതാണ് ആക്ടിവേറ്റഡ് കാർബൺ ഫിൽറ്റർ. പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളും ഡബിളായും, നോർമൽ പാർട്ടിക്കുലേറ്റ് ഫിൽറ്ററിനേക്കാളും 2 times എങ്കിലും ഹയർ ആയിരിക്കും ആക്ടിവേറ്റഡ് കാർബൺ ഫിൽറ്റർ. ഓക്കെ, നമ്മളിപ്പോൾ ആക്ടിവേറ്റഡ് കാർബൺ ഫിൽറ്ററാണ് മേടിച്ചേക്കുന്നത്. ഇതിനകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ടിവേറ്റഡ് കാർബൺ ലെയർ ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫിൽറ്റർ വരുന്നത്. ഇതിനകത്ത് നോർമൽ പാർട്ടിക്കുലേറ്റ് ഫിൽറ്ററാണ്, അതിൻ്റെ ലെയർ ഉണ്ടാവും. പിന്നെ ആക്ടിവേറ്റഡ് കാർബൺ ലെയർ ഉണ്ടാവും, പിന്നെ ആൻറ്റി അലർജൻ ലെയർ ഉണ്ടാവും. ഓക്കെ, മെയിനായിട്ട് ആക്ടിവേറ്റഡ് കാർബൺ ലെയർ ഉള്ള കാരണം ഈ ഗ്യാസസും ഓഡേഴ്സൊക്കെ കൂടുതൽ അബ്സോർബ് ചെയ്യും.
ഓക്കെ, നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ ഡിഫറൻസാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ ബൂഡ്മോ എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നാണ് മേടിച്ചേക്കുന്നത്. ബൂഡ്മോ എന്ന് പറഞ്ഞ ആപ്പും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അവിടെ നമ്മുടെ കറക്റ്റ് ഫോർച്യൂണറിൻ്റെ അല്ലെങ്കിൽ ഏത് വെഹിക്കിളിൻ്റെ ആണെങ്കിലും മാനുഫാക്ചറിങ് ഡേറ്റ്, ഇയർ ഒക്കെ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നിങ്ങൾക്ക് പാർട്സ് കിട്ടും, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഫിൽറ്ററിന് ഏകദേശം ഒരു 400-500 അടുപ്പിച്ചായി. നമുക്ക് നോർമൽ പാർട്ടിക്കുലേറ്റ് ഫിൽറ്റേഴ്സ് ആണെങ്കിൽ ഏകദേശം ഒരു 200-300 അങ്ങനത്തെ റേഞ്ചിലേ വരുന്നു. ഇത് കാർബൺ ഫിൽറ്റർ ആയത് കാരണം ഇത്തിരി കോസ്റ്റ് കൂടുതലായിരിക്കും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ ഫിൽറ്റർ വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പ് എന്ന് പറഞ്ഞ പൊസിഷൻ എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് എയർ ഫ്ലോ ഇങ്ങനെയാണ് വരുന്നത്, അതായത് ടോപ്പ് ടു ബോട്ടം ആണ് വരുന്നത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ നമ്മൾ ലോഡ് ചെയ്യണം. അപ്പ് എന്ന് പറഞ്ഞ പൊസിഷനിൽ തന്നെ നമ്മൾ ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ആക്ടിവേറ്റഡ് കാർബൺ ഫിൽറ്റർ വരുന്നത്. ഇതിനകത്താണ് നിങ്ങൾക്കൊരു ബ്ലാക്കിഷ് കളർ കാണുന്നതാണ് ഈ ആക്ടിവേറ്റഡ് കാർബൺ എന്ന് പറഞ്ഞ ലെയർ വരുന്നത്. ഓക്കെ, കോട്ടിങ് വരുന്നത്. ഇനി നമുക്ക് ഈ പർട്ടിക്കുലർ ഫിൽറ്റർ നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഇത് നമ്മുടെ പുതിയ ഫിൽറ്ററാണ്. പഴയ ഫിൽറ്റർ കാണാൻ പറ്റും, ഇവിടെ ഉണ്ട്. ഓക്കെ, ഡസ്റ്റ് ഉണ്ട് പഴയ ഫിൽറ്ററിന്, കണ്ടോ? പുതിയ ഫിൽറ്ററും പഴയ ഫിൽറ്ററും ഡിഫറൻസ് കണ്ടോ? ഒരുവിധം ഡസ്റ്റുണ്ട്, പക്ഷേ ഭയങ്കര ഡസ്റ്റൊന്നുമില്ല. എന്നാലും ഞാനിപ്പോൾ ചേഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങളുടെ കൂടുതൽ മറ്റേ ഡേർട്ടും ഡസ്റ്റൊക്കെ ഉള്ള ഏരിയാസ് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഫിൽറ്റർ ചെക്ക് ചെയ്തിട്ട് ക്ലീൻ ചെയ്യണം, ചേഞ്ച് ചെയ്യണം, ഫിൽറ്റർ ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് ടൊയോട്ട ഷോറൂമിൽ പോകണമെന്നില്ല, സർവീസ് സെൻറ്ററിൽ പോകണമെന്നില്ല. നിങ്ങൾക്ക് ഓൺലൈൻ ആണെങ്കിലും നല്ല ഫിൽറ്റർ, കാർബൺ ആക്ടിവേറ്റഡ് ഫിൽറ്റർ മേടിക്കുക. അതായിരിക്കും കുറച്ചും കൂടി കൂടുതൽ റെക്കമെൻഡഡ്. ഓക്കെ, ഇനി നമുക്ക് ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്യാം. ആ പൊസിഷൻ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ലോഡ് ചെയ്യുകയാണ്. ഓക്കെ, സെയിം സ്പേസിൽ തന്നെയാണ്, നമ്മൾ റിവേഴ്സ് പ്രൊസീജിയറാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ തിരിച്ചു വയ്ക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇതിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തേക്കാണ്. നമ്മൾ ഫിൽറ്റർ വച്ചു. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടുണ്ട്, സെയിം തന്നെയാണ് ഫിൽറ്റർ. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ടിലെ സെക്ഷൻ ക്ലോസ് ചെയ്യണം. ഫ്രണ്ടിലെ സെക്ഷൻ നമ്മളെങ്ങനെ ക്ലോസ് ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് അതിൻ്റെ ടോപ്പ് പോർഷൻ നമുക്ക് സ്ലോട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഇതും എഴുതിയിട്ടുണ്ട്, അപ്പം എന്നുള്ള റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഈ ടോപ്പ് സൈഡിലെ പോർഷൻ ഇവിടെ ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഓക്കെ, അങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട്, ഓക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്, ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ പ്രസ് ചെയ്താൽ മതി. ഓക്കെ, കറക്റ്റ് സീറ്റിംഗ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ടോപ്പ് പൊസിഷൻ വയ്ക്കുന്നത്, ഫിൽറ്ററിൻ്റെ ക്ലോഷർ വയ്ക്കുന്നത്. ഓക്കെ, എപ്പോഴും അപ്പ് പൊസിഷൻ ചെക്ക് ചെയ്തിട്ട് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നമ്മുടെ നേരത്തെ റിമൂവ് ചെയ്തിരിക്കുന്ന ഡാഷ് നമുക്ക് ക്ലോസ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റായിട്ട് നമ്മൾ ഈ ഡാഷ് ടോപ്പിലേക്ക് ആക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനുണ്ട്, നേരത്തെ നമ്മൾ റിലീസ് ചെയ്തതാണ്, അത് തിരിച്ച് വയ്ക്കുക. തിരിച്ച് വച്ചു. ഇനി നമ്മുടെ 2 സ്ക്രൂസ് ഉണ്ട്, 2 സ്ക്രൂസ് എടുക്കുക. ഓക്കെ, 2 സ്ക്രൂസ് വെച്ചിട്ടുണ്ട്. ഇനി ഈ ലെഫ്റ്റ് സൈഡിലെ സ്ക്രൂസ് ഇതിനകത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടതായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി 2 സൈഡുണ്ട്, ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും. ഈ സ്ലോട്ടിലേക്ക് നമ്മൾ ഇത് വയ്ക്കുകയാണ്. കണ്ടോ, ഇങ്ങനെയാണ് വയ്ക്കുന്നത്. ഇങ്ങനെ വയ്ക്കുകയാണ്. ഓക്കെ, ഇതേപോലെ തന്നെ. എന്നിട്ട് നമ്മൾ റൈറ്റിലേക്ക് ട്വിസ്റ്റ് ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ പാസഞ്ചർ സൈഡിലേക്കായിരുന്നു, ഇപ്പം നമ്മൾ എവേ ഫ്രം പാസഞ്ചർ സൈഡ് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാണ്. ഓക്കെ, ആ സൈഡിലേക്കാണ്. ഇതേപോലെ തന്നെയാണ് സെയിം പ്രൊസീജിയർ ഇവിടെ. ഇത് റൈറ്റ് സൈഡിലേക്ക് ലോങ് പൊസിഷനും ലെഫ്റ്റ് സൈഡിലേക്ക് ഷോർട്ട് പൊസിഷനും വേണം. നേരത്തെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത പോലെ സെയിം ഓപ്ഷനാണ്. ഇതേപോലെ ആ സൈഡിലേക്ക് ഇൻസേർട്ട് ചെയ്യാം നമ്മൾ. ഓക്കെ, ഇൻസേർട്ട് ചെയ്തു, നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഡാഷ് പൊക്കിയിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയ്യുക, പാസഞ്ചർ സൈഡിലേക്കല്ല, ഓപ്പോസിറ്റ് സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു സൗണ്ട് കിട്ടും, ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമ്മുടെ ഡാഷ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എല്ലാം ഫിക്സിംഗ് ഒക്കെ പെർഫെക്ഷൻ ആയിട്ടുണ്ട്. നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എയർ ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു, ക്യാബിൻ ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, കാർബൺ ആക്ടിവേറ്റഡ് കാർബൺ ഫിൽറ്ററാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കണേ. നമുക്ക് വെഹിക്കിൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ AC ഒന്ന് റൺ ചെയ്ത് നോക്കാം.
ഓക്കെ, നമ്മുടെ AC ഏറ്റവും ഹൈ പൊസിഷനിലിടാം. ഓക്കെ, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഓക്കെ, നല്ല എയർ ഫ്ലോ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.